ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ്സ് ഹാപ്പി വേയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കപ്പ പുഴുങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ കഴിക്കുക എന്നതാണ്. മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് കപ്പ. കപ്പയും മീൻ കറിയും കപ്പയും അതേപോലെ തന്നെ ചമ്മന്തിയും നല്ല ടേസ്റ്റാണ്. അങ്ങനെ പല കോമ്പിനേഷനിൽ നമ്മൾ കഴിക്കാറുണ്ട്. ഈ കപ്പ ഞാൻ 2 വലിയ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നന്നായി കഴുകിയെടുത്തതാണിത്. ഇത് നമുക്ക് ആദ്യം വേവിക്കണം. ഒരു കാര്യം വിട്ടുപോയി, ഇത് 3 പേരിൽ നമ്മൾ അറിയപ്പെടാറുണ്ട്. ചില സ്ഥലങ്ങളിൽ കപ്പ എന്ന് പറയാറുണ്ട്, ചില സ്ഥലങ്ങളിൽ കൊള്ളി എന്ന് പറയും, അതേപോലെ തന്നെ മലപ്പുറം സൈഡിലൊക്കെ ഇതിന് പൂള എന്ന് പറയാറുണ്ട്. 3 പേരിലും ഇത് അറിയപ്പെടാറുണ്ട് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ വേവിക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനൊരു കുക്കർ എടുത്തു. അതിലേക്ക് ഈ കപ്പ, അതായത് ഈ കൊള്ളി നമ്മളിതിലേക്ക് ഇടുക. ഈ 2 വലിയ കപ്പയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അതായത് ഈ കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം. ഞാനിത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു. മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി കുറച്ച് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് കേട്ടോ, കൂടുതലാവണ്ട. ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക വെള്ളം. അപ്പോൾ നമുക്ക് ഉപ്പ് കുറവുണ്ടോ അറിയാം. കുറച്ചും കൂടി ഉപ്പിടാം കേട്ടോ. അങ്ങനെ നോക്കി ചെയ്താൽ മതി. വെള്ളം ഒന്ന് രുചിച്ച് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. നമുക്കിത് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിക്കണം. അപ്പോൾ കപ്പ പൊതുവേ നല്ല കപ്പയാണെങ്കിൽ 2 വിസിലടിച്ചാൽ വെന്ത് കിട്ടും. നന്നായി ഉടഞ്ഞ പേസ്റ്റ് പോലെ ആവണ്ട, എന്നാൽ ഒന്ന് ഉടഞ്ഞ് കിട്ടും വേണം. ആ രീതിയിൽ വേണം അതിൻ്റെ വേവ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കുക്കറിൽ അടുപ്പിക്കുക. കുക്കർ അടച്ച് വെച്ച് അടുപ്പിലേക്ക് മാറ്റാം. അടുപ്പിലേക്ക് മാറ്റാം കേട്ടോ. കുക്കർ ഞാൻ 2 വിസിൽ അടിച്ചിട്ട് സ്റ്റീം പോകാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. സ്റ്റീമെല്ലാം പോയി. അപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നന്നായി വെന്ത് ഉടഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വെന്തിട്ടുണ്ട്. 2 വിസിലടിച്ചാലേ കപ്പ 3 വിസിലൊക്കെ വേണ്ടി വരാറുണ്ട്. ഈ കപ്പ 2 വിസിലടിച്ചപ്പോഴേക്കും വെന്തു. ഇനി നമുക്ക് ഈ കപ്പയിൽ കുറച്ച് വെള്ളമുണ്ട്, അത് നമ്മൾ സ്റ്റെയിനറിലേക്ക് ഊറ്റിയെടുക്കണം. അപ്പോൾ വെള്ളം നമുക്ക് ഒഴിവാക്കണം കേട്ടോ. അതിന് വേണ്ടി സ്റ്റെയിനർ എടുക്കുക. സ്റ്റെയിനറിലേക്ക് നമ്മളത് അരിച്ചെടുക്കുക. സ്റ്റെയിനറിൽ അരിച്ചെടുത്തു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇല്ലാച്ചാൽ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചോളൂ കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഒരു ചൂടായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി കഴിഞ്ഞ് അതിലേക്ക് 2-3 ഉണക്കമുളക് ചേർക്കാം. ഈ സിമ്മിലിടണം, കരിയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളി 4 ചെറിയ ഉള്ളിയും കൂടി ചതച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. 4 ചെറിയ ഉള്ളി 2 വെളുത്തുള്ളി, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ചതച്ച മുളകും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അതിൻ്റെ കൂടെ, അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ സ്റ്റെയിൻ ചെയ്ത് വെച്ച കപ്പയില്ലേ അത് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് കപ്പ വേവിച്ചിരിക്കുന്നത്. ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം നമ്മൾ ചേർക്കുക. എന്തായാലും കുറച്ച് ഉപ്പുണ്ടാവും. അതിന് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് തേങ്ങ ചേർക്കാം. കുറച്ച് തേങ്ങ ചെറിയത് ചേർക്കാം ഇഷ്ടമാണെങ്കിൽ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. തേങ്ങയൊന്നും ആവശ്യമില്ല. ഞാൻ തേങ്ങ ചേർക്കണില്ല. തേങ്ങ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ലാസ്റ്റ് കുറച്ച് ചെറുകിയ 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുകിയത് ചേർക്കാം. തീ ഒന്ന് ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് തൊട്ട് താഴെയിട്ട് കൂട്ടിയിടുക. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം.
ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയണം, നല്ല ടേസ്റ്റ് ഉള്ളൂ. ഇനി ഉപ്പുണ്ടോ നോക്കട്ടെ. കുറച്ച് ഉപ്പ് കുറവുണ്ട്, നുള്ളുപ്പ് ചേർക്കാം കേട്ടോ. ഇളക്കി കൊടുക്കാം. ഞാൻ തീ സിമ്മിലാക്കിക്കുന്നു. 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്നുകൂടി തുറന്ന് നോക്കാം. അതായിട്ടോ, ഇത്രേ ആവശ്യമുള്ളൂ. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, നമുക്കിത് വാങ്ങാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കപ്പ റെഡിയായി. ഇത് മീൻകറിയുടെ കൂടെ നല്ല ടേസ്റ്റാണ്, അതുപോലെ ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്